നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തന്നെക്കാൾ ആരും വളരുന്നത് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാണ് പിണറായി വിജയൻ എന്ന് പലപ്പോഴും പല സാഹചര്യങ്ങളിലും എല്ലാവർക്കും തോന്നിയിട്ടുണ്ട്. ഇപ്പോഴിതാ തൃശ്ശൂരിൽ നമ്മുടെ സ്കൂൾ കലോത്സവങ്ങൾക്ക് തിരി തെളിഞ്ഞിരിക്കുകയാണ്. ഈ വേദിയിൽ മുഖ്യമന്ത്രി സംസാരിക്കുന്ന സമയത്ത് പതിവില്ലാതെ വേദിയിൽ നിന്നും ആവേശവും കരഘോഷവും ഒക്കെ ഉണ്ടാവുകയാണ്. പെട്ടെന്ന് മുഖ്യമന്ത്രി ഞെട്ടി ഒന്ന് പിറകിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോൾ ഇതാ നിൽക്കുന്നു സുരേഷ് ഗോപി. തൃശൂർ എം പിയായ സുരേഷ് ഗോപിയെ ആ വേദിയിലേക്ക് ക്ഷണിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം എത്തിയപ്പോൾ കുറച്ചൊന്ന് വൈകിയിരുന്നു. മുഖ്യമന്ത്രിയുടെ പ്രസംഗം ആരംഭിച്ചതിന് ശേഷമാണ് അദ്ദേഹം വേദിയിലേക്ക് വന്നത്. അദ്ദേഹത്തെ കണ്ടപ്പോൾ മുതൽ തന്നെ മുഖ്യമന്ത്രി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്താണ് അദ്ദേഹം വേദിയിലേക്ക് എൻ്റർ ആകുന്നത്. അപ്പോൾ തന്നെ അദ്ദേഹം നോക്കുമ്പോൾ കൈയടിച്ച് ബഹളം വയ്ക്കുകയാണ് വേദിയിലുള്ള എല്ലാവരും, സദസ്സിലുള്ളവരും. അപ്പോൾ തന്നെ അദ്ദേഹം പ്രസംഗം ഒന്ന് നിർത്തി തിരിഞ്ഞു നോക്കുമ്പോൾ സുരേഷ് ഗോപിയാണ്. ഉടനെ തന്നെ സുരേഷ് ഗോപി സദസ്സിനും വന്ദനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രിക്കും ഒരു നമസ്കാരം നൽകിക്കൊണ്ട് തിരിച്ചും അതുപോലെ ഒരു റെസ്പെക്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നൽകിയിരുന്നു. തിരിച്ചും ആ ഒരു റെസ്പെക്റ്റ് നൽകിക്കൊണ്ട് മുഖ്യമന്ത്രി സംസാരം തുടരുകയായിരുന്നു. ഒരു 2 സെക്കൻഡ് കൂടി ഒന്ന് വൈകിയിരുന്നെങ്കിൽ ആവേശത്തോടു കൂടി കൈയടിച്ച് ബഹളം വെച്ച ആളുകൾ ഇളക്കി മറിക്കുമെന്ന് അറിയാമായിരുന്ന മുഖ്യമന്ത്രി ഇടപെട്ട് തന്നെ ഉടനെ തന്നെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആ ഭാഗം അങ്ങ് കംപ്ലീറ്റ് ചെയ്യാനായി ധൃതിപ്പെടുകയായിരുന്നു. എന്തായാലും അദ്ദേഹം വന്ന ഉടനെ തന്നെ ഈ വർഗീയതയും അതുപോലെ തന്നെ മറ്റ് ഫ്യൂഡലിസവും ഒന്നും വിട്ടൊരു കളിയില്ല. ഇതൊരു കുട്ടികൾക്കായുള്ള കലയാണ്, കുട്ടികൾക്ക് വേണ്ടിയുള്ള കലയാണ് എന്നൊന്നുമില്ല. ഇവിടെയും കടിച്ച പൊട്ടാത്ത വാക്കുകൾ കൊണ്ട് ആ ഒരു പ്രസംഗം അങ്ങ് കലക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ആ നിമിഷത്തിൽ സുരേഷ് ഗോപി പറഞ്ഞത് എന്നാൽ രാഷ്ട്രീയപരമായ ഒന്നിനും മറുപടി പറയാനുള്ള വേദിയല്ല. കുരുന്നുകളെ പോലെയാണ് നമ്മുടെ എല്ലാവരുടെയും മനസ്സുകൾ, കുരുന്നുകളെ പോലെ എല്ലാവരുടെയും കലകളും ഒക്കെ. എന്തായാലും മികച്ച കലാകാരന്മാരായി എല്ലാവർക്കും വളരാനുമുള്ള അവസരം കിട്ടട്ടെ. മുഖ്യമന്ത്രിക്കൊക്കെ തന്നെ റെസ്പെക്ട്ഫുള്ളി അദ്ദേഹം നന്ദി പറയുകയും ഒക്കെ ചെയ്തിരുന്നു. എന്തായാലും മുഖ്യമന്ത്രിയുടെ വാക്കുകളും ഒപ്പം നമ്മൾ അദ്ദേഹത്തിൻ്റെ അതായത് സുരേഷ് ഗോപിയുടെ വാക്കുകളും കൂടി ഒന്ന് കേൾക്കാം. എന്തായാലും മുഖ്യമന്ത്രിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല സുരേഷ് ഗോപി ആ ഒരു സമയത്ത് റീ എൻട്രി നടത്തിയത്. പകരം വീട്ടുക തന്നെ ചെയ്യുമെന്ന മട്ടിലാണ് മുഖ്യമന്ത്രിയുടെ എക്സ്പ്രഷനൊക്കെ പിന്നെ ഉണ്ടായിരുന്നത്. എന്തായാലും രസകരമായ വാർത്ത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. എന്തായാലും അവരുടെ രണ്ടുപേരുടെയും വാക്കുകൾ കൂടി ഒന്ന് കേൾക്കാം. കലകളും അതത് സമുദായങ്ങളിൽ ഒതുങ്ങി, ഫ്യൂഡലിസം അവസാനിച്ച് ജനാധിപത്യത്തിലും മതാധിഷ്ഠിതത്തിലും അധിഷ്ഠിതമായ പുതിയ കാലം പിറന്നതോടെ കലകളുടെ സ്വഭാവത്തിൽ മാറ്റം വന്നു. എല്ലാ കലകളും എല്ലാവരുടേതുമായി മാറി. കല മതനിരപേക്ഷതയും ജനാധിപത്യവും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. ഇതിന് ഏറ്റവും സഹായകമായത് സ്കൂൾ കലോത്സവങ്ങളാണ്. ഓരോ കാലത്തും ഏറ്റവും മികച്ച ചില കലാകാരന്മാർക്ക് പോലും അവരുടെ ജാതിയും മതവും പ്രശ്നമായിരുന്നിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലക്കാരനായ വലിയൊരു ഗായകനായിരുന്നല്ലോ കലാമണ്ഡലം ഹൈദരാലി. കലാമണ്ഡലത്തിൽ ചേർന്ന് അദ്ദേഹം കഥകളി സംഗീതം പഠിച്ചു. കഥകളി ഹിന്ദുക്കളുടെ, പ്രത്യേകിച്ച് സവർണ ഹിന്ദുക്കളുടെ കലയാണെന്ന് കരുതിയ ചില യാഥാസ്ഥികർ അദ്ദേഹത്തെ വിലക്കാൻ നോക്കി. കഥകളി ക്ഷേത്രങ്ങളിലാണല്ലോ പ്രധാനമായും അവതരിപ്പിച്ചിരുന്നത്. ചില ക്ഷേത്ര കമ്മിറ്റിക്കാർ അന്യമതസ്ഥൻ എന്നാരോപിച്ച് അദ്ദേഹത്തെ അകത്ത് കയറ്റിയില്ല. ഒരിടത്ത് കഥകളി നടന്മാർ മതിലിനകത്ത് സ്റ്റേജിൽ ആടുമ്പോൾ പാട്ടുകാരനായ ഹൈദരലിക്കായി മതിലിൻ്റെ ഒരു ഭാഗം പൊളിച്ച് മതിലിന് പുറത്തായി ഹൈദരാലിക്ക് നിന്ന് പാടാൻ പ്രത്യേകം ഇടം ഒരുക്കുകയുണ്ടായി. തൻ്റെ ആത്മകഥയിൽ ഇത്തരം ദുരനുഭവങ്ങൾ അദ്ദേഹം സങ്കടത്തോടെ വിവരിച്ചിട്ടുണ്ട്.
ദൈവത്തിൻ്റെ പാട്ടുകളാണ് കഥകളി പദങ്ങളായി അദ്ദേഹം പാടിയിരുന്നത്. അദ്ദേഹം നല്ല ഭക്തനുമായിരുന്നു. തൻ്റേതല്ലാത്ത കാരണത്താൽ മറ്റൊരു മതത്തിൽ പിറന്നുപോയതിൻ്റെ പേരിൽ അപമാനിതനാകുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിൽ അംഗീകരിക്കാൻ കഴിയില്ല.